السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, 23/3/2025 ഖൈറും മിൻ അൽഫി ഷഹർ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. വിശുദ്ധ റമദാൻ നമ്മളോട് വിട ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് ഇനി റമദാൻ നമ്മളോട് കൂടെ ഉണ്ടാകുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കുമേൽ കോരിച്ചൊരിയുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ റമദാനിലെ അവസാന 10 ദിവസങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവസാന 10 ദിവസങ്ങളുടെ പ്രത്യേകത? ആ 10 ദിനങ്ങളിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന അനുഗ്രഹീതമായ രാവുള്ളത്. ഖുർആൻ പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. നിശ്ചയം അനുഗ്രഹീതമായ രാവിലാണ് വിശുദ്ധ ഗ്രന്ഥത്തെ നാം ഇറക്കിയിട്ടുള്ളത്. അള്ളാഹു അതിൻ്റെ മഹത്വം പറയാൻ വേണ്ടി ഖുർആനിലെ ഒരു സൂറത്ത് മുഴുവനും നീക്കിവെച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അനുഗ്രഹീതമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും രാത്രി, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിൻ്റെ വിശുദ്ധ മാലാകമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ ദുആകൾക്ക് ആമീൻ പറയുന്ന പ്രത്യേകമേറിയ ശ്രേഷ്ഠമേറിയ അനുഗ്രഹീതമായ രാത്രി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അന്ന് ഭൂമികത്തേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളുടെ എണ്ണവണ്ണങ്ങൾ, ഇന്നൽ മലായികത തിൽക്കൽ ലൈലത ഫിൽ അർളി അക്സറു മിൻ അദദിൽ ഹസാ, ഭൂമിയിലെ ചിറക്കല്ലുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് അന്ന് അള്ളാഹുവിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മലക്കുകളുടെ എണ്ണം. അതുകൊണ്ട് ആ രാത്രിയെ നാം പ്രത്യേകം പരിഗണിക്കുകയും ആ രാത്രിയിൽ നാം പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്ത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആ രാത്രി നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. തിരുദൂതർ പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശറിൽ അവാഖിരി മിൻ റമദാൻ. ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക റമദാനിലെ അവസാന 10 ദിനങ്ങളിൽ. അവിടുന്ന് ആ 10 ദിനങ്ങളിൽ നാം ആ രാത്രിയെ പ്രതീക്ഷിച്ചിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രാത്രി നഷ്ടപ്പെട്ടവന് എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടവനായി, ആ രാത്രി കൊണ്ട് നിങ്ങൾ വിജയം വരിക്കണം, നിങ്ങൾക്ക് ഒരിക്കലും ആ രാത്രി പാഴായിക്കൂടാ എന്ന് പറയുന്നുണ്ട്. ഫമൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലു. ആ രാത്രി ഒരാൾക്ക് നിഷേധിക്കപ്പെട്ടാൽ എല്ലാ അനുഗ്രഹങ്ങളും അയാൾക്ക് നിഷേധിക്കപ്പെട്ടവനായി. വലാ യുഹ്റമു ഖൈറഹ ഇല്ലാ മഹ്റൂം. ഭാഗ്യദോഷികൾക്ക് മാത്രമേ ആ രാത്രി നഷ്ടപ്പെടുകയുള്ളൂ. ഹദീസിൽ തുടർന്നു മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ഒരാൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പൂർണ്ണ ഈമാനോടുകൂടെ നിസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ വീണ്ടെടുക്കാൻ പറ്റുന്ന ഏറ്റവും പവിത്രമേറിയ രാത്രി, അതിലെ ഒരു നിമിഷം പോലും നമുക്ക് പാഴായിക്കൂടാ. റമദാൻ നമുക്ക് വിട പറയുന്ന ഈ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പാപമോചനം നമുക്ക് ലഭിക്കാൻ, നമുക്ക് എല്ലാ ദോഷങ്ങളും കഴുകിക്കളയാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. നബിതങ്ങൾ പറയുന്നുണ്ട്, റളിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ സുമ്മ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു. ഒരാൾ റമദാനിൽ ഒരുമിച്ചുകൂടി, ആ റമദാനിൽ ഒരുമിച്ചുകൂടി ആ
മാസം അവനോട് വിട പറയുന്ന സന്ദർഭത്തിൽ അവൻ്റെ പാപങ്ങൾ അവൻ പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ അവനേക്കാൾ വലിയ നഷ്ടം സംഭവിച്ചവൻ ആരാണുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നബിതങ്ങൾ എന്തൊക്കെയായിരുന്നു ആ അവസാന 10 ദിനങ്ങളിൽ ചെയ്തിരുന്നത്? അവിടുന്ന് മറ്റു സമയങ്ങളിൽ പരിശ്രമിക്കാത്തതിനേക്കാൾ കൂടുതൽ ഈ 10 ദിനങ്ങളിൽ പരിശ്രമിക്കും. കാന യജ്തഹിദു ഫിൽ അശറിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. ഹദീസിൽ പറയുകയാണ്, കൂടെ അവിടുത്തെ കുടുംബങ്ങളെയൊക്കെ ഇബാദത്തുകളിലേക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കും. ബീവി അസ്സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശർ, അവസാന 10 ദിനം വന്നു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്യൽ ലൈല, രാത്രി മുഴുവനും ഹയാത്താക്കും, ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കും. വഅയ്ഖള അഹ്ലഹു, അവിടുത്തെ കുടുംബങ്ങളൊക്കെ വിളിച്ചുണർത്തി അവരെ നിസ്കാരത്തിലും മറ്റു സൽക്കർമ്മങ്ങളിലുമൊക്കെ അവരെയും കൂടെ കൂട്ടും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ നാം ഇത്തരം നന്മകളിലേക്ക് ചേർക്കണം. അവർക്കും ഈ അനുഗ്രഹീതമായ രാത്രി ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ ഈ അവസാന 10 ദിനങ്ങളിൽ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. എന്തൊക്കെയാണ് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത് ഈ അവസാന 10 ദിനങ്ങളിൽ? ഒന്ന്, ജമാഅത്ത് നിസ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കണം. വിശിഷ്യ സുബ്ഹി നിസ്കാരവും ഇശാ നിസ്കാരവും, ആ 2 നിസ്കാരങ്ങളും നിർവഹിച്ചാൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് എന്ന് ഹദീസിലുണ്ട്. മൻ സ്വല്ലൽ ഇശാ ഫി ജമാഅ, ഇശാ ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അയാൾ രാത്രി പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. വമൻ സ്വല്ല സുബ്ഹ ഫി ജമാഅ, പ്രഭാത നിസ്കാരം ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ല, അവൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ നമ്മൾ കൂടുതലായി കൊണ്ട് പാരായണം ചെയ്യണം. ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ. റഹ്മാനായ തമ്പുരാന്റെ ദിക്റുകൾ ചൊല്ലണം, ദുആ വർദ്ധിപ്പിക്കണം. നോമ്പിന്റെ ആയത്തുകൾ പറയുന്നതിന്റെ ഇടയ്ക്ക് അല്ലാഹു തആല പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. എൻ്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവൻ്റെ ഏറ്റവും അടുത്തുണ്ട്, അവൻ്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബിതങ്ങൾ ഉപദേശിച്ച ഒരു പ്രധാനപ്പെട്ട ദുആയുണ്ട്. ബീവിയോട് അവിടെ നിന്നൊരിക്കൽ പറഞ്ഞു, ഇൻ അദ്റക്ത ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ നിനക്ക് എത്തിയാൽ നീ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനും മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്, എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ ബീവിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മാതാപിതാക്കൾക്ക് നാം നന്മ ചെയ്യണം, രക്തബന്ധങ്ങളെയൊക്കെ നാം ചേർത്തു പിടിക്കണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവരിലും രക്തബന്ധങ്ങൾ ചേർത്തവരിലും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തണം. സദഖകളും ദാനധർമ്മങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമൊക്കെ പാടെ നാം ഒഴിവാക്കണം. അനാവശ്യമായ സംസാരങ്ങൾക്ക് ഈ സമയം നാം ഒരിക്കലും വിനിയോഗിച്ചുകൂടാ. സോഷ്യൽ മീഡിയകളൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിക്കൊണ്ട് നിസ്കാരങ്ങളിൽ, ദിക്റുകളിൽ, ദുആകളിൽ, ദാനധർമ്മങ്ങളിൽ ഒക്കെ നാം സജീവമായി നല്ല സ്വഭാവത്തിനുടമകളായി എല്ലാവരോടും നല്ല പെരുമാറ്റങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ബിത്തിഗാഅ മർളാത്തില്ലാ ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമ. അനാവശ്യമായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി, അത് നമുക്കൊരിക്കലും അഭികാമ്യമല്ല.
നന്മ കൽപ്പിച്ച് ജനങ്ങൾക്കിടയിൽ അടുപ്പം ഉണ്ടാക്കി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് റബ്ബിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലം ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ ആ പ്രതിഫലം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. റമദാനിൻ്റെ അവസാന 10 ദിനങ്ങളിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് റബ്ബിൻ്റെ സാമീപ്യം കരസ്ഥമാക്കി വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി